പരീക്ഷിത് രാജാവ് പറയുന്നു, സുദാമാ ചരിത്രം വിസ്തരിച്ച് പറയുന്നത്. സുദാമാവിൻ്റെ ചരിത്രം ഓർത്തിട്ടാണ് ഇടയ്ക്ക് കണ്ണീർ ഒഴിക്കുന്നു സുഖദേവൻ. അത് മനസ്സിലാക്കി ആ ഭക്തൻ്റെ ചരിത്രം പറയുന്നതിന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ 2 അധ്യായത്തിൽ വർണ്ണിക്കുന്നു. കൃഷ്ണൻ്റെ സുഹൃത്താണ് ഈ സുദാമ. സുദാമ പറഞ്ഞാൽ അർത്ഥം, ദാമ പറഞ്ഞാൽ കയറ് അർത്ഥം. സുദാമ പറഞ്ഞാൽ നല്ല കയറുള്ള ആൾ. ഏതാണ് നല്ല കയറ്? ഭഗവാന് കട്ടിയിടാൻ പാകത്തിലുള്ള കയറാണ്. ഭക്തിയാകുന്ന കയറുള്ള ആളാണ്. ഭക്തി സൂത്രോപണദ്ധ. ഇവിടെ ഭാഗവതത്തിൽ ശ്രീദാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീദാമ ചരിതേ. ശ്രീദാമം പറഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ്. ശ്രീ ഭക്തിയാകുന്ന ശ്രീ, അതാണ് കയർ. ആദ്യം സുദാമാവായിരുന്നു, പിന്നെ ഭഗവാൻ അനുഗ്രഹിച്ച ശേഷം സുധാമാവായി മാറി. നല്ല ആദ്യം ചെറിയ കുടിലായിരുന്നു, ഇപ്പോൾ വലിയ കൊട്ടാരത്തിലായി. പിന്നെ സുദാമാവായി, പിന്നെ സുധാമാവായി മാറി. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. ഭഗവാന്റെ ഒപ്പം പാഠശാലയിൽ പഠിച്ച മഹാത്മാവാണ്. ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന് എവിടെ ചെന്നാലും മന്ത്രിസ്ഥാനം കിട്ടുമായിരുന്നു. പണ്ടൊക്കെ നല്ല പഠിച്ച ആൾക്കാണ് മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നു. സാഹിബ് കാലത്തിലും മുസ്ലിമുകളുടെ രാജ്യഭരണ കാലത്തിലും പഠിച്ച ആൾക്കാണ് ഈ മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നു. ഇപ്പോഴോ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാണ്, പഠിക്കാത്ത ആൾക്കാണ് മന്ത്രിസ്ഥാനം കിട്ടുന്നത്. ഗുണ്ടാസുക്കാണ് മന്ത്രിസ്ഥാനം. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാണ് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം അതുകൂടി കിട്ടും. പക്ഷേ ഇദ്ദേഹത്തിന് സ്ഥാനമാനത്തോട് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ടും അദ്ദേഹം വീട്ടിലിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ കുടുംബം എങ്ങനെ പോകും ചോദിച്ചാൽ അതാണ് ഭഗവാൻ പറഞ്ഞിരുന്നു. യോഗക്ഷേമം വഹാമ്യഹം അനന്യാ ചിന്തയന്തോ മാം ഏജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അന്യചിന്ത ഉപേക്ഷിച്ച് എപ്പോഴും എന്നെ ചിന്തിച്ച് ആരാണ് ഇരിക്കുന്നുവോ അവർക്ക് വേണ്ടത് ഞാൻ നോക്കിക്കോളാം. ഇത് ഭഗവാൻ പറഞ്ഞ ഈ വാക്ക് ഇപ്പോൾ LICക്കാർ എടുത്തു. യോഗക്ഷേമം വഹാമ്യഹം, ഞങ്ങൾ നോക്കിക്കോളാം. അവരുടെ LIC പുസ്തകത്തിലും ആ ഡയറിയിലൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് യോഗക്ഷേമം വഹാമ്യഹം. എപ്പോഴാണ്? മരിച്ച ശേഷം നോക്കിക്കോളാം. അവർ അപ്പോഴേ ഉള്ളൂ LICക്കാർ. ഇരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാൻ ജീവിച്ചിരിക്കുമ്പോഴും പിന്നെയും എപ്പോഴും നോക്കുന്ന ആളാണ് ഭഗവാൻ. യോഗക്ഷേമ മഹാമ്യം പറഞ്ഞതുകൊണ്ട് എന്തായി? ഇദ്ദേഹത്തിന് എപ്പോൾ എന്താണ് ആവശ്യമോ ആ സമയത്ത് ഭഗവാൻ കൊടുക്കും. ഇത് സുദാമാവിൻ്റെ കഥ വരെ പോകണ്ട. നമ്മുടെ കഥയിൽ തന്നെ ഞാൻ പുറത്തുകൊണ്ടും ഭക്ഷണമൊന്നും കഴിക്കാറില്ല. എല്ലാവരെയും പോലെ കഴിക്കാറില്ല. ഞാനിവിടെ എൻ്റെ ഭാഷ കൊണ്ടുണ്ട്. അദ്ദേഹം എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ കഴിക്കുള്ളൂ. ചിലപ്പോൾ സപ്താഹം കഴിഞ്ഞ് പോകുമ്പോൾ കയ്യിൽ കൊണ്ടുപോകും, കരുതി കൊണ്ടുപോകും. രാത്രിക്ക് ഒരു പ്രാവശ്യം രാത്രിക്ക് ഭക്ഷണം കരുതിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു വണ്ടി ഇവിടെ കോട്ടയത്തിൽ നിന്നാണ് പോകുന്ന വണ്ടി. തൃശ്ശൂരിൽ ഇറങ്ങി കുറച്ച് പഴം മേടിച്ച് കഴിക്കാൻ വിചാരിച്ച് പഴം മേടിച്ചു വന്നു. ഞാൻ കയറുന്ന അതേ കോച്ചിൽ ഗുരുവായൂരിൽ നിന്നും ദർശനം ചെയ്ത 4 ഭക്തന്മാർ, എനിക്ക് വേണ്ടപ്പെട്ട ഭക്തന്മാർ അവിടെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞാൻ ഇറങ്ങി പഴം മേടിക്കുന്ന സമയത്താണ് അവർ വന്നിട്ടുണ്ട്. കാരണം അവിടെ 4 സീറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അവർ കയറി. അവർ പറഞ്ഞു, ഇപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുത് പിന്നെ അവിടെ നിന്ന് ശുദ്ധമായിട്ട് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പൊതി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, പിടിച്ചോളൂ കൊടുത്തു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടുന്ന ഭഗവാൻ പണ്ടേ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ഇടിത്തരം കാണിച്ചു, അവിടെ പഴം മേടിക്കാൻ പോയി. അപ്പോൾ നമുക്ക് ഭക്തിയില്ലേ? ശരിക്കും സുദാമാവിനെ പോലെ ഭക്തി ഉണ്ടോ ചോദിച്ചാൽ ഇല്ലേ. ഭക്തിയെപ്പോലെ ഭക്തനെപ്പോലെ അഭിനയിക്കണം അങ്ങനെ പറയാം. അപ്പം നമ്മുടെ കാര്യം തന്നെ ഭഗവാൻ നോക്കുന്നു പറഞ്ഞാൽ സുദാമാവിനെ പോലെയുള്ള ഭക്തങ്ങളുടെ കഥയിൽ പറയേണ്ട ആവശ്യമില്ല. ഇത് നിറച്ച അനുഭവങ്ങൾ ഭക്തന്മാർക്ക് അദ്ദേഹം പോലുള്ള ഭക്തന്മാർക്ക് നിറച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ തിരുവില്ലാമലയടുത്ത് ഐവറമഠം എന്ന സ്ഥലത്ത് സപ്താഹം ചെയ്യുന്ന സമയത്ത് പുല്ലൂർ മണ്ണ് മണിവർണ്ണൻ നമ്പൂതിരി അദ്ദേഹം വന്നു.
പ്രഭാഷണത്തിന്. അവിടെ സത്രം പോലെയാണ്, ഓരോരോ മഹാത്മാക്കളും മാറി മാറി പ്രഭാഷണം ചെയ്യും. അദ്ദേഹം വന്നു പ്രഭാഷണത്തിന്. പിന്നെ വന്ന് അദ്ദേഹം കൈകൾ കഴുകി ചന്ദനം തുടരണ്ടേ, കുതി തൊടാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ചന്ദനം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ കളഭങ്ങളുടെ ഇല്ലേ, സാധാരണ ഗോപി ഉണ്ട്, അത് വേണമെങ്കിൽ തരാം. ഇദ്ദേഹം ചോദിച്ച അടുത്ത ക്ഷണം ഒരാൾ കതവ് തട്ടി. കതവ് തുറന്നപ്പോൾ ഒരമ്മ നമസ്കരിച്ചു, മുത്തശ്ശി ഇപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുത് കണ്ടിട്ടുണ്ട്, കളഭം പിടിച്ചോളൂ കുടിച്ചു. അദ്ദേഹം കളഭം കൊണ്ടോ ചോദിച്ച അടുത്ത ക്ഷണം തന്നെ കതവ് തട്ടി ഒരു അമ്മ കളഭം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഭക്തന്മാർക്ക് എപ്പോൾ എന്താണ് ആവശ്യമോ അത് ഭഗവാൻ കൊടുക്കും. കാരണം ഭക്തന്മാർക്ക് ഭഗവാന്റെ കുട്ടികളാണ്. നമ്മൾ കുട്ടികൾക്ക് പണമായിട്ട് കൊടുക്കാറില്ലേ? അവർക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ്, മിഠായി ആണെങ്കിൽ മിഠായി, എന്ത് ആവശ്യമോ അത് നമ്മൾ കൊടുക്കും, പണമായിട്ട് കൊടുക്കാറില്ല. കാരണം അത് അവർക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിയത്തില്ല. അതുപോലെ ഭഗവാന്റെ കുട്ടികളായ ഭക്തന്മാർക്ക് എപ്പോഴാണ് എന്താണ് ആവശ്യമോ അത് ഭഗവാൻ കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത് എതിർച്ചയോപന്നേന്. എതിർച്ചയായ ശബ്ദത്തിന് കൃഷ്ണകൃപയ എന്നാണ് വ്യാഖ്യാനിച്ചു ശ്രീധരസ്വാമികൾ. അദ്ദേഹത്തിന് ആവശ്യമുള്ളത് ഭഗവാൻ കൊടുക്കുന്നുണ്ട്. എന്നാലും സുദാമാവിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഭഗവാൻ കൂടുതൽ ഐശ്വര്യം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പതിവ്രതയായത് കൊണ്ട് മനസ്സിലാക്കിയ ആ കല്യാണി പേരുള്ള ആ പതിവ്രത തൻ്റെ ഭർത്താവോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തായ കൃഷ്ണനെ ഒന്ന് കണ്ടുവരൂ, ഇവിടെ അടുത്തല്ലേ ദ്വാരക, പോയി കണ്ടുവരൂ. സുദാമ താമസിച്ച സ്ഥലമാണ് ഗാന്ധിജി ഇരുന്ന് പോർബന്ദർ പറയാറുണ്ടല്ലോ, അതാണ് പോർബന്ദർ പേരുടെ സ്ഥലമാണ്. അവിടെ നിന്നും നടന്നു പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു പകൽ മുഴുവൻ നടന്നാൽ നമുക്ക് എത്താം. അങ്ങനെ ഉള്ള ദൂരത്തിലാണ്, സമുദ്രതീരം വഴി ചെല്ലണം. അപ്പോൾ സുദാമാവനോട് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ശരി പറഞ്ഞ് പുറപ്പെട്ടു. പിന്നെ ഭാര്യയോട് പറഞ്ഞു, ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ല. ചില ദിക്കിലേക്ക് പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും സാധനം കൊണ്ടുപോകണം. അഗ്നിഹോത്ര ഗൃഹം ക്ഷേത്രം ഗർഭിണീം വൃദ്ധബാലകവും റിക്തഹസ്തേന നോപേയാത് രാജാനം ദൈവതം ഗുരും. യാഗം നടക്കുന്ന സ്ഥലത്തിലേക്ക് വെറുതെ പോകാൻ പാടില്ല. ക്ഷേത്രം പറഞ്ഞാൽ ഇവിടെ സംസ്കൃതത്തിൽ കൃഷിസ്ഥലം. കൃഷിസ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വരണം. ഗർഭവതിയായ സ്ത്രീയെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം പലഹാരം കൊടുക്കണം. കാരണം ആ ഒരു സ്ത്രീക്ക് കൊടുത്താൽ 2 ആൾക്കുള്ള ഭക്ഷണം കൊടുത്താൽ ഫലമുണ്ടാകും. പിന്നെ പ്രായമായവരെ, സദാഭിഷേകം കഴിഞ്ഞ മുത്തശ്ശന്മാരെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. കുട്ടികളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. കുട്ടികളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കും, മിഠായി കൊണ്ടുവന്നിട്ടുണ്ടോ, 5 സ്റ്റാർ വന്നിട്ടുണ്ടോ ചോദിക്കും. ചില കുട്ടികൾ ചോദിക്കാറില്ലേ, സഞ്ചി വെച്ചാൽ അവർ തുറന്നു നോക്കും, എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലേക്ക് പോകുമ്പോഴും, രാജാവിനെ കാണാൻ പോകുമ്പോഴും, ഗുരുനാഥനെ കാണാൻ പോകുമ്പോഴും, ദൈവത്തെ കാണാൻ പോകുമ്പോഴും, ഇവിടെ പറഞ്ഞ എല്ലാ സ്വരൂപമാണ് കൃഷ്ണൻ. ഇപ്പോൾ എന്തെങ്കിലും തരവ് പറഞ്ഞപ്പോൾ സ്വന്തം വീട്ടിലില്ല, അടുത്തുള്ള വീട്ടിൽ പോയി ഭിക്ഷ മേടിച്ച് യാചിത്വാ ചതുരോ മുഷ്ടിൻ, 4 പിടി അവൽ മേടിച്ച് അത് ഒരു മുറത്തിലിട്ട് ശുദ്ധം ചെയ്യുമ്പോൾ അത് 3 പിടിയായി. അതൊരു അവൽ കിഴിയാക്കി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അവൽ കിഴിയെടുത്ത് നാമം ജപിച്ച് പുറപ്പെട്ടു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാമം ജപിച്ച് പോയി അദ്ദേഹം രാത്രി ഒരു ആൾത്തറയിൽ അടിയിൽ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തു, ഗരുഡനെ പറഞ്ഞു വിട്ടു, അദ്ദേഹത്തിനെ ദ്വാരകയിൽ കൊണ്ടാക്കിക്കോളൂ, കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട. ഉടനെ ഗരുഡ ഭഗവാൻ അദ്ദേഹം കിടക്കുന്ന ആൾത്തറയോട് എടുത്ത് അവിടെ ദ്വാരകയിൽ കൊണ്ടാക്കി. അദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, ഇത് ഏതാണ് സ്ഥലം? ഇത് തന്നെയാണ് ദ്വാരക. ഇത്ര അടുത്താണോ ദ്വാരക? ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. കാണുമ്പോൾ വലിയ വലിയ മാളികയിലൊക്കെ കണ്ടു. കൃഷ്ണഭവനം, കൃഷ്ണൻ്റെ കൊട്ടാരം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ദ്വാരകയിലിരിക്കുന്നവർ പറഞ്ഞു, എല്ലാം കൃഷ്ണൻ്റെ കൊട്ടാരം തന്നെയാണ്. എന്നാൽ 16,108 ഭാര്യമാരല്ലേ, എല്ലാവർക്കും ഒരേപോലെ കൊട്ടാരം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൊട്ടാരത്തിൽ നല്ല ചൈതന്യം കണ്ടു, അവിടെ കയറി ചെന്നു. വിവേശൈകതമം ശ്രീമത് ബ്രഹ്മാനന്ദം ഗതോ യഥാ. അവിടെ നിന്നപ്പോൾ അവിടെ നിറച്ച് കസേരയിൽ രാജാക്കന്മാർ ഇരിക്കുന്നുണ്ട്. അവർ പരസ്പരം സംസാരിക്കുന്നത് കേട്ടു. ഒരു രാജാവ് പറയുന്നു, ഞാൻ കാശ്മീരിൽ നിന്ന് വന്നിട്ടുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി കുങ്കുമപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്, 2 കപ്പൽ കൊണ്ടുവന്നിട്ടുണ്ട്, 2 മാസമായി കാത്തിരിക്കുന്നു, എനിക്ക് ദർശനം കിട്ടിയിട്ടില്ല.
ഈ രാജാക്കന്മാർക്ക് ഭേട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ഭേട്ട് ദ്വാരക, കടലിൻ്റെ മധ്യയിലാണ്. ഇപ്പോഴും അവിടെ പോയാൽ നമുക്ക് കാണാം. പിന്നെ വേറെ രാജാവ് പറയുന്നു, ഞാൻ കർണാടക ദേശത്തിൽ നിന്നും മൈസൂരിൽ നിന്നും വന്നിട്ടുണ്ട്, 4 കപ്പൽ ചന്ദനമുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, കൃഷ്ണന് വേണ്ടി 4 മാസം കാത്തിരിക്കുന്നു. അപ്പോൾ വേറെ രാജാവ്, ഞാൻ കൊല്ലത്തിൽ നിന്നും കേരളത്തിൽ നിന്നും വന്ന രാജാവാണ്, 6 കപ്പൽ അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ 6 മാസം കാത്തിരിക്കുന്നു. ഇത് കേട്ടു സുധാമാവും. ഓരോരോ രാജാക്കന്മാരും കപ്പലായി സാധനം കൊണ്ടുവന്ന് മാസക്കണക്കിന് കാത്തിരിക്കുന്നു. എനിക്ക് ദർശനം കിട്ടുപോകണം അദ്ദേഹം ആലോചിച്ചിരിക്കുമ്പോഴാണ് കാവൽക്കാർ പറഞ്ഞു, മഹാത്മാവ്, നിങ്ങളെപ്പോലെ ഭഗവാൻ നാമം ജപിച്ച് വരുന്നവരെ തടഞ്ഞു നിർത്താൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, നിങ്ങൾ പോയിക്കോളൂ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ഒന്ന് പറയൂ, കൃഷ്ണൻ്റെ ഒപ്പം പഠിച്ച ആളാണ്, എൻ്റെ പേര് സുധാമ പറയൂ, വിളിച്ചാൽ ഞാൻ വരാം. ഉടനെ കാവൽക്കാരൻ പുറത്തുനിന്ന് വിളിച്ച് പറഞ്ഞു, ഭഗവാനെ, നിങ്ങളെ കാണാൻ ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്. ഒന്ന് മൂളി ഭഗവാൻ. ആ ബ്രാഹ്മണൻ നിങ്ങളുടെ ഒപ്പം പഠിച്ച ആളാണ് പറയുന്നു. 2 പ്രാവശ്യം മൂളി ഭഗവാൻ. ആ ബ്രാഹ്മണൻ്റെ പേരാണ് സുധാമ. സുധാമ പറഞ്ഞ അടുത്ത ക്ഷണം എൻ്റെ സുധാമ വന്നുവോ പറഞ്ഞ് ഭഗവാൻ ഓടി വന്നു. സഖ്യുപ്രിയസ്യ വിപ്രേഹേ അംഗസംഗാതി നിർവൃതഃ പീതോമ്യമുഞ്ജത ബിന്ദും നേത്രാഭ്യ പുഷ്കരേക്ഷണഃ. ഓടി വന്നു ഭഗവാൻ, എൻ്റെ സുധാമ വന്നുവോ. നമ്മളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ഗുരുവായൂരപ്പ. നമ്മൾ പറയുന്നത് പോലെ ഭഗവാൻ ഇങ്ങോട്ട് പറയണം. എൻ്റെ സുധാമ വന്നുവോന്ന് ഭഗവാന്റെ വാക്ക് കേട്ട് സുധാമ ബോധം കിട്ട് വീഴാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിനെ തട്ടിപ്പുണർന്നു. അദ്ദേഹത്തിന് ആളിങ്ങനെ ചെയ്ത ഭഗവാനക്ക് എത്രയാണ് ആണെന്ന് ഇവിടെ വർണ്ണിക്കണം. ഭഗവാൻ ആളിങ്ങനെ ചെയ്ത സുധാമാവിനെ ആളിങ്ങനെ ചെയ്ത ഭഗവാനക്ക് കണ്ണുനീർ വന്നു എന്നാണ് പറയുന്നത്. നേത്രാഭ്യാം പുഷ്കരേക്ഷണ. പിന്നെ ഭഗവാൻ സുധാമാവിനെ കൊണ്ടുപോയി കുളിപ്പിച്ചു, പട്ടുവസ്ത്രം കൊടുത്തു, പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അദ്ദേഹം തിണ്ണയിൽ ഉറങ്ങാൻ പോയപ്പോൾ വീണ്ടും തൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനെ കിടത്തി. അദ്ദേഹത്തിന് കാല് തലോടി ഭഗവാൻ മഹാലക്ഷ്മിയായ രുക്മിണിയെ കൊണ്ട് വീശി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഭഗവാൻ പറയുന്നു, സുധാമാവേ, നിൻ്റെ കയ്യിൽ പൈസ ഒട്ടുമില്ലേ, എനിക്ക് കൂടുതൽ പൈസ ഉണ്ട്. പൈസ കൂടുതലായാലും അവർക്ക് സമാധാനം ഉണ്ടാവില്ലേ, പൈസ ഒട്ടുമില്ലാത്തവർക്കും സമാധാനം ഉണ്ടാവില്ലേ. പക്ഷേ പൈസ ഇല്ലാതെ നീയും കൂടുതലുള്ള ഞാനും മനസ്സമാധാനത്തോട് ജീവിക്കാൻ എന്താ കാരണം അറിയാമോ? ഗുരുവിൻ്റെ കൃപയാണ്. ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണഃ പ്രശാന്തയേ. പൈസ ഉണ്ടെങ്കിൽ എല്ലാം മേടിക്കാം എന്ന് വിചാരിക്കും. പൈസ ഉണ്ടെങ്കിൽ എല്ലാം മേടിക്കാൻ പറ്റില്ലേ? ഞങ്ങളുടെ വീട്ടിൽ ശാന്തി സമാധാനമില്ലേ, 2 കിലോ ശാന്തി സമാധാനം കിട്ടുമോ ചോദിച്ചാൽ കടക്കാരൻ പറയും, എനിക്ക് ഇല്ലേ പറയും. ഈ മനസമാധാനം മാത്രം നമുക്ക് ബെഡ് മേടിക്കാം, ഉറക്കം മേടിക്കാൻ പറ്റില്ലേ, ഭക്ഷണം മേടിക്കാം, വിശപ്പ് മേടിക്കാൻ പറ്റില്ലേ. ചിലതൊക്കെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ 2 പേരുടെ സുഖമായിട്ട് ജീവിക്കാൻ കാരണം ഗുരുനാഥൻ്റെ ആ കാരുണ്യമാണ്. അന്ന് ഗുരുനാഥനക്ക് നമ്മൾ വിറക് കൊടുത്തപ്പോൾ അദ്ദേഹം ആശീർവാദം ചെയ്തില്ലേ, അതിൻ്റെ ഫലമാണെന്ന് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തു കൊടുത്താലും ഞാൻ സ്വീകരിക്കും. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി. ഒരു ചീര കഷ്ണമോ ഒരു പൂവോ ഒരു പഴം ഒരു തുള്ളി വെള്ളം കൊടുത്താൽ മതി. ഈ രാജാക്കന്മാർ കപ്പലായി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഭക്തിയോട് സമർപ്പിച്ചിട്ടില്ലേ. എന്താണ് കൊടുക്കുന്നു ഞാൻ നോക്കാറില്ലേ, എങ്ങനെ കൊടുക്കുന്നു അതാണ് ഞാൻ നോക്കുന്നു. ഭക്തിപൂർവം കാലുകൊണ്ട് ചവിട്ടി ഒരു ഭക്തൻ കണ്ണപ്പ നായനാർ വായിൽ കൊണ്ട് ഉമിനീർ കൊണ്ട് അഭിഷേകം ചെയ്തു. അത് ദിവ്യാഭിഷേകമാ മഹാദേവൻ സ്വീകരിച്ചു. എന്താ കാരണം? അവൻ്റെ ഭാവം ഭക്തിയാണ്. ഇത്ര പറഞ്ഞിട്ടും സുധാമ ആ അവൽക്കിരി കൊടുക്കാൻ ലജ്ജിച്ചപ്പോഴാണ് ഭഗവാൻ സ്വയം എടുത്തു. സ്വയം ജഹാര കിമിതമിതി പൃഥുക തണ്ടുലാണ്. ആ അവൽക്കിരി തട്ടിപ്പറിച്ചു, ഒരു പിടി എടുത്ത് ഇട്ടു. എനിക്ക് വളരെ ഇഷ്ടമാണ് സാധനമാണ് പറഞ്ഞ് വീണ്ടും 2ാമത്തെ പിടി എടുത്ത് ഇടാൻ പുറപ്പെട്ടപ്പോഴാണ് രുക്മിണി ദേവി പറഞ്ഞു, ഏതാവതാളം, ഇത് മതി. കാരണം ഈ ഒരു പിടി ഇട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് എല്ലാ സൗഖ്യവും കൊടുത്തു കഴിഞ്ഞു. പിന്നെ 2ാമത്തെ പിടി ഇട്ടാൽ പിന്നെ നേരെ വൈകുണ്ഠത്തിൽ ചെല്ലും. ഇപ്പോൾ വൈകുണ്ഠം കൊടുക്കേണ്ട, പിന്നെ കൊടുത്താൽ മതി. പിന്നെ വേഗം കഴിക്കുന്ന സാധനം ഇല്ലല്ലോ. ഇത് ഒരു പിടി കഴിച്ചാൽ തന്നെ ചവച്ചേക്കാൻ 5 മിനിറ്റ് വേണ്ടി വരും. ഭഗവാനെ തൊണ്ട അടയ്ക്ക് വിചാരിച്ചിട്ട് മതി പറഞ്ഞു. ഒരു ഗൃഹസ്ഥൻ പത്നിപുത്രന്മാർക്ക് കൊടുത്തിട്ട് കഴിക്കണം, അത് മറന്നുപോയല്ലോ വിചാരിച്ച് അത് ഓർപ്പിച്ചു.
അങ്ങനെ പല കാരണം കൊണ്ട് എത്തിയപ്പോൾ ശരി പറഞ്ഞ് ഭഗവാൻ സുദാമാവിൻ്റെ ബാക്കി പ്രസാദം കൊടുത്തു. പിന്നെ അടുത്ത ദിവസം സുദാമാവോട് പോയിക്കോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോകാൻ ഇഷ്ടമില്ല. കാരണം ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്ന കുട്ടികൾ എങ്ങനെയാണ് അമ്മയെ നോക്കി നോക്കി നിൽക്കുമോ അതുപോലെ നിൽക്കുന്നു ഇവിടെ സുദാമ. ഭഗവാൻ ആ തെരു മുഴുവനും അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് വഴിയിൽ ഉണ്ടാക്കി ഇങ്ങനെ ചെല്ലണം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പോകുന്ന സമയത്ത് ഒന്ന് നോക്കി ഭഗവാൻ. എന്താ നോക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പകുതി ദൂരം വന്ന ശേഷമാണ് അദ്ദേഹത്തിന് തോന്നി പൈസ ഒന്നും ഭഗവാൻ കൊടുത്തിട്ടില്ലല്ലോ, നന്നായി പൈസ കൊടുത്താൽ അത് ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ പൈസ ഇല്ലല്ലോ, സുഖമായിട്ട് നമുക്ക് നമ്മെ പോകാമല്ലോ. നാമം ജപിച്ച് അവിടെ ഗ്രാമത്തിൽ എത്തിയപ്പോൾ അവിടെ വീട് കാണാതായി. സാധാരണ മാട് കാണാതാവും, ഇപ്പോൾ വീട് തന്നെ കാണാതായി. പക്ഷേ വീടിന് പകരം 5 വലിയ കൊട്ടാരം അവിടെ നിൽക്കുന്നത് കണ്ടു. ഒരു വലിയ കൊട്ടാരം, ചെറിയ ചെറിയ കൊട്ടാരം, ഒരു 4 എണ്ണം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി പാണ്ഡവന്മാർ വന്നു പോകും, അവരാണ് ഇങ്ങനെ കൊട്ടാരം പണിയാറുള്ളൂ. യുധിഷ്ഠിരനക്ക് മൂത്ത ജ്യേഷ്ഠനക്ക് വലിയ കൊട്ടാരവും ബാക്കി ആളുകൾക്ക് കുറച്ച് ചെറിയ കൊട്ടാരം ഉണ്ടാക്കാറുണ്ട്. ഞാൻ പോയ സമയത്തിൽ പാണ്ഡവന്മാർ ഇവിടെ വന്നു പോകുമെന്ന് അദ്ദേഹം സംശയിച്ചിരിക്കുമ്പോഴാണ് ആ പ്രധാന വലിയ കൊട്ടാരത്തിൽ നിന്നും സുദാമാവിൻ്റെ ഭാര്യ വരുന്നു, പൂർണ്ണകുംഭമായി അവിടെ വരുന്നു. അദ്ദേഹം വേറെ ആരെ പുറകിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ പൂർണ്ണകുംഭം. അദ്ദേഹത്തിന് അപ്പം മനസ്സിലായി നമ്മുടെ ഭാര്യയാണ്. പിന്നെ എന്താ അടുത്തുള്ള കൊട്ടാരമൊക്കെ 4 വീട്ടിൽ ഭിക്ഷ മേടിച്ചില്ലേ, അവൽ കൂടുതലേ, അവർക്കും ചേർത്ത് ഭഗവാൻ കൊട്ടാരമൊക്കെ സമർപ്പിച്ചു. ഭഗവാനക്ക് മാത്രമല്ലേ, ഭഗവാനെ കാണാൻ പോയ ഭക്തനുക്ക് ആരൊക്കെ സഹായം ചെയ്യുന്നുവോ അവർക്കും കൂടി ഭഗവാൻ അനുഗ്രഹിക്കും എന്നവിടെ കാണിച്ചു തന്നു. അദ്ദേഹം ആ കൊട്ടാരത്തിൽ എല്ലാം കണ്ടു, വിഭവ സമൃദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹം വീണ്ടും ഭഗവാന്റെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു. ഭഗവാനെ ഐശ്വര്യം മാത്രം കൊടുത്താൽ പോരാ, എനിക്ക് ഭക്തിയും തരണമെന്ന് പ്രാർത്ഥിച്ചു. തസ്സൈവ മേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്തത്പുരുഷ പ്രസംഗഃ. തസ്സൈവ മേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം, എനിക്ക് വീണ്ടും വീണ്ടും നിന്റെ ഭക്തനായി ജനിക്കാനുള്ള ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ച് സുദാമ ആ പണം മുഴുവൻ നല്ല വഴിയിൽ ചിലവാക്കി. നല്ല വഴിയിൽ ചിലവാക്കുമ്പോൾ കൂടുതൽ വർദ്ധിക്കും. അങ്ങനെ സുദാമ ഭഗവാനുക്കായി സമർപ്പിച്ചുകൊണ്ട് അവിടെ ജീവിതം നടത്തി. ഇത് കഥ കേൾക്കുന്നവർക്കും കർമ്മബന്ധ ഭഗവാനടുത്തിൽ ഭക്തി ഉണ്ടാവും, കർമ്മബന്ധത്തിൽ നിന്ന് വിമോചനം ഉണ്ടാവും. കർമ്മബന്ധം കൊണ്ടാണ്, ഓരോ കർമ്മം കൊണ്ടല്ലേ നമുക്ക് ഓരോ ദുഃഖങ്ങൾ വരണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറി നമുക്ക് വേണ്ട അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് സുദാമാ ചരിത്രം സമർപ്പിക്കുന്നു.